இன்னைக்கு துர்காஷ்டமி. உன்னை கொண்டு உன் ரத்தத்தை കുറിച്ച് ഓങ്കാരം നടണം. പണിയൊന്നുമില്ല ഇപ്പൊ. പണിയില്ല, ഒരു പഴവില്ല. നമ്മുടെ വീടിനൊക്കെ അടുത്ത് ഇഷ്ടം പോലെ പണിയുണ്ടല്ലോടാ. അതങ്ങനെ നമ്മളെന്നാ പിടിക്കുക. അതിൽ മുറ്റത്തെ പോലേക്ക് മണമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരുമാതിരി തൊലിഞ്ഞ മണവും. വരുന്നവനെ കണ്ട വലിയ മെന്റലിസ്റ്റ് അല്ലേ? മെന്റലിസ്റ്റാ എന്ന് വെച്ചാ ഊളം പറയായിരുന്നു. അവന് ഭ്രാന്തൊന്നുമില്ല. മെന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ആൾക്കാരുടെ മനസ്സൊക്കെ വായിക്കാൻ പറ്റുന്ന പരിപാടിയില്ലേ. അതായത് ഇവൻ എന്തൊക്കെ പരിപാടി ചെയ്തിട്ട് മരിച്ചുപോയ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുമെന്നാ അവൻ പറയണം. അതൊക്കെ ഈ മന്ത്രവാദികൾ ചെയ്യുന്ന പരിപാടിയാണ്. ഇതൊക്കെ ഉള്ളതാണോ? എടാ ഇതിനകത്ത് തട്ടിപ്പ് പാടുമൊന്നുമില്ല. എടാ ഇവന് ഒരുപാട് കോളേജിൽ പ്രോഗ്രാമും മറ്റും അങ്ങനെയുള്ള വലിയ സ്റ്റേജ് പ്രോഗ്രാമും ഒക്കെ ചെയ്യുന്നതല്ലേ. മെന്റലിസം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പരിപാടികളല്ലേ അവൻ ചെയ്യുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനെ ടെസ്റ്റ് ചെയ്യണമല്ലോ. എന്നാ അവനെ വിളിക്കും. പിന്നെ നമ്മുടെ വീട്ടിലല്ലേ മെന്റലിസ്റ്റേ ഇതാണോ? നീ വലിയ മെന്റലിസ്റ്റും പരിപാടിയും പുള്ളിയൊക്കെ എത്തി. അവന്റെ ഒരു ആഗ്രഹമുണ്ട്, സാധിച്ചോ? എനിക്ക് എന്റെ വലിയപ്പനെ സ്നേഹം, എന്റെ വലിയപ്പനെ എനിക്കത് കാണണമെന്നുണ്ട്. പക്ഷെ അത് ഇവിടെ ഈ തിരക്ക്, റോഡും തിരക്ക് കുറച്ച് കാമാൻ കോയറ്റ്, നമുക്ക് കുറച്ച് ശാന്തസുന്ദരമായ സ്ഥലം, നമുക്ക് അങ്ങോട്ടാണ് മാറിയൊന്നും ചെയ്യുന്നത്. അപ്പുറത്തൊരു സ്ഥലം ഉണ്ടെന്ന് അവിടെ പോവാം. ശരി പോവാ. ഇത് കൊള്ളാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ബഹളത്തിന്റെ ഇടയിലും നമുക്ക് റോഡ് സൈഡിലൊന്നും അങ്ങനെ പറ്റത്തില്ല. ഇതാകുമ്പോൾ കുറച്ച് കാമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ചേട്ടാ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടല്ലോ. ഞാൻ ശ്വാസം വലിച്ച് അകത്തോട്ട് എടുക്കണം. കണ്ണ് പതുക്കെ അടയ്ക്കണം. ഞാൻ റെഡി 1 2 3 പറയുമ്പോൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ആദ്യം റെഡി 1 2 3 പറയുമ്പോൾ നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. അത് കഴിയുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. ഓക്കെ, റെഡി 1 2 3 ഡീപ്പ്. റെഡി 1 2 3 ഓപ്പൺ യുവർ ഐസ്. കണ്ടോ എലിജനെ കണ്ടോ? ഇപ്പൊ ഇരിക്കുന്നു. അണ്ണാച്ചി പ്ലീഡ് അണ്ണാച്ചി, നീങ്ക ஆமாண்டா, நீங்க என்ன நினைச்சிட்டு இருக்கா நாயே? எங்கிட்ட இந்த 50,000 ரூபாய் காசை வாங்கி எவ்வளவு நாளா தப்பிக்க பாத்தீங்க. இப்ப என்ன பார்த்து ஓடி போயிட்டு இருக்குல்ல ஒரு நாய், அவனை என்ன பிடிச்சுக்கிட்டே இருப்பேன். முன்னால வச்சுக்கோ, என் காசு கொடுறா. டேய், என் காசு தரலன்னா இன்னைக்கு துர்காஷ்டமி. உன்னை கொண்டு உன் ரத்தத்தை குடிச்சு ஓங்காரம் நடனமாடுது. அண்ணா எந்த திருட்டு மெண்டலிஸ்ட் தானே. അവനും അണ്ണാച്ചിന് പൈസ വാങ്ങിയിട്ടുണ്ടോ? காசு வாங்கியானா? டேய், என்கிட்ட 50,000 ரூபாய் காசை வாங்கி போன அடுத்த வாரம் தரேன்னு சொல்லி வீட்டுக்கு கூட்டிக்கிட்டு போய் மெண்டலிசமா ஏதோ பண்ணி இவன் அப்பா என் கையில இருந்து வாசு வாங்கிட்டு இருக்கு அப்படி சொல்லி என்ன ஏதோ பண்ணி வச்சிருக்கடா. அன்னையில இருந்து நான் இவன் அப்பாவே தேடிட்டே இருக்கடா என் காசுக்காக. അതിന് ആരെങ്കിലും வாங்கிയാ പോരെ, അവൻ അപ്പം തന്നാ പോരെ. ஐயோ, அவன் அப்பா இறந்து போச்சு 15 வருஷம் ஆச்சுடா நாய்.